വയനാട് ജില്ലയിൽ എവിടെയെങ്കിലും ഒരു 50 മീറ്റർ ഫെൻസിംഗ് ചെയ്തെന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫെൻസിംഗ് ഉണ്ടാവും, അതിന് കാരണം കൂട് വെച്ചിട്ട് എന്താ നമ്മൾ പറഞ്ഞത്? നമ്മളെന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞ നിങ്ങൾ പറഞ്ഞത് ജനങ്ങളുടെ ഈ വിഷയത്തിൽ ഇവർ മറുപടി പറയട്ടെ. ഇവർ ഡൈവേർട്ട് ചെയ്ത് പോകണം. ഇവർ ഡൈവേർട്ട് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. നമ്മൾ ഡൈവേർട്ട് ചെയ്യാൻ നിൽക്കണ്ട. നമ്മുടെ ജീവന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറയാം. ഡൈവേർട്ട് ചെയ്ത് പോകുന്ന പ്രശ്നങ്ങൾ നടക്കൂല സാറേ, നടക്കൂല. ഈ പഞ്ചാരക്കൊല്ലി പാലില്ലാത്ത കുരങ്ങുകളാണ്. ഫോറസ്റ്റിന്റെ ഉള്ളിൽ നിന്നും ഒരിക്കലും അത്തരം കുരങ്ങുകൾ ഉണ്ടാവില്ല. അപ്പൊ ഇത് ആര് കൊടുന്നു ഇവിടെ വിട്ടു? എനിക്ക് തോന്നുന്നു ചിലപ്പോ മുൻകാലങ്ങളിലല്ല, ഈ പ്രദേശത്ത് ക്ലിയർ കിട്ടാൻ എത്ര ടൈം നമ്മൾ വെയിറ്റ് ചെയ്യണം? ഇതിന്റെ എന്താണ് നിങ്ങൾ അടുത്ത പ്രൊസീജിയർ? എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുക? എങ്ങനെയാണ് നിങ്ങൾ മുമ്പോട്ട് പോവുക? ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? 144 എത്ര ദിവസം ജനജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്ന ആ സാഹചര്യമല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഈ നിരോധനാജ്ഞ കാര്യങ്ങളില്ല. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ആക്ഷനുകൾ ഉണ്ടാവില്ല. ഞാൻ ഇവിടെ ഉദാഹരണത്തിന് പറയാം സാറിനോട് ഒരു കാര്യം, ഉദാഹരണത്തിന് ഒരു കാര്യം പറയാം സാറേ. ഉദാഹരണം, ഇപ്പൊ മണിയൻകുന്നില് നിങ്ങൾ കൂട് വെച്ചു. നിങ്ങൾ എത്ര ദിവസം കൂട് വെച്ചു? നിങ്ങൾക്ക് കിട്ടിയില്ല. നിങ്ങൾ അവിടെ അത് ഉപേക്ഷിച്ചിട്ട് പോയി. 2 ചെറക്കരയിൽ ഇതേ സംഭവമാണ് എന്തായത് സംഭവിച്ചത്. നിങ്ങൾ കൂട് വെച്ചു, നിങ്ങൾക്ക് കിട്ടിയില്ല, നിങ്ങൾ പോയി, നിങ്ങൾ ആ ദൗത്യം ഉപേക്ഷിച്ചു പോയി. ഇവിടെയുള്ള പാരിസൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ഇപ്പുറത്തെ പിന്നെ കുന്നിൽ നിന്ന് തേയില നുള്ളുമ്പോൾ അപ്പുറത്തെ കുന്നിൽ കടുവയും കുട്ടികളെയും കാണുക. എത്ര കാലം? നിങ്ങൾ ചെയ്തത് ഒന്നേ ഉള്ളൂ, കടുവയുണ്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞ് കടുവയുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് രാത്രി എന്തോ ഒരു ഒച്ചയായിട്ട് 11 മണി കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഒരു ചെറിയൊരു ഒച്ച വീടിന്റെ അടുത്ത് 3 പട്ടി. രാവിലെ അപ്പൊ എന്തായാലും നമ്മുടെ വീടിന്റെ അടുത്താണ് ഇന്നലെ നടന്നത്. അവിടെയാണ് അതല്ല സാറേ, പുറത്തിറങ്ങണമെങ്കിൽ ബാത്റൂമിലൊക്കെ പോണെങ്കിൽ പുറത്തു കൂടെ വേണം പോകാനായിട്ട്. അപ്പൊ ഞങ്ങൾക്ക് പേടിയാ പുറത്തിറങ്ങാൻ. കാട്ടിലാണ് ഞങ്ങളെ വീട്. ഇവിടെ അടുത്താണെങ്കിലും ഫോറസ്റ്റ് ആണ് ചുറ്റിനും. അപ്പൊ ഇന്നലെ രാത്രി തന്നെ 10-11 മണിയാകുമ്പോ ഭയങ്കര ഇത് ഇവിടെ വീടിന്റെ അടുത്താ. വീട് നമ്മളെ ഇവിടെ പുറത്തുനിന്നാണ്. ഈ പട്ടി എന്തോ ഒരു ഒച്ചയായിട്ട് ഇങ്ങനെ പിടിക്കുമ്പോഴുള്ള ഒരു കരച്ചില്. ആ കരച്ചിലോട്ട് ബാക്കി 2 പട്ടി ഭയങ്കര കൊരയായിരുന്നു. കുറച്ച് കൂടുന്നുണ്ടായി. രാവിലെ നോക്കുമ്പോ 2 മാത്രമേ ഉണ്ടാവും. ഒന്നിനെ പിടിച്ചെന്നുള്ളത് ഉറപ്പാണ്. 200 മീറ്റർ അപ്പുറം ഇല്ല, കണ്ടില്ലേ രാത്രി 11 മണിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. പലപ്പോഴും എല്ലാ വീടിന് മുന്നത്ത് കൂടെ സംശയങ്ങളുണ്ട്. പുറത്തിറങ്ങാൻ പേടിച്ചിട്ട് ഇത്ര നേരം ഈ ചുറ്റോട്ടത്ത് 2 കിലോമീറ്റർ പരിധി തന്നെ സാധനം ഓടി നടന്നിട്ട് ഇത്ര ആളുണ്ടായിട്ട് കാണുന്നില്ല. എന്നിട്ട് അത് കടുവ പിടിച്ചെന്നാൽ ഉറപ്പന്നെയാ. കാരണം ഒച്ച കേട്ട് രാത്രി പുറത്തിറങ്ങാൻ പേടിച്ചിട്ട് 11 മണിയായി. രാത്രി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടുള്ള ഒരു ഒച്ചയാ പട്ടീന്റെ.